كتاب الله دستوري كتاب الله دستوري وخير الخلق أسوتنا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ കൂട്ടുകാർക്ക് അലിഫ് ട്യൂട്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ അവസാന പാഠമായ പശ്ചാത്തപിക്കാൻ മറക്കരുത്, മടിക്കരുത് എന്ന പാഠമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. കൂട്ടുകാരെ, നാം എല്ലാവരും മനുഷ്യന്മാരാണ്. തെറ്റുകൾ സംഭവിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അംബിയ മുർസലുകളല്ലാത്ത ആരിൽ നിന്നും തന്നെ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തെറ്റുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ തൗബ ചെയ്യണം. ചെയ്ത തെറ്റിന് തൊട്ട് ഖേദിച്ച് മടങ്ങലാണ് തൗബ. ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. തൗബ സ്വീകരിക്കാൻ ചില നിബന്ധനകളൊക്കെയുണ്ട്. 1. ചെയ്ത ദോഷങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക. 2. ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുക. 3. തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന ദൃഢനിശ്ചയം. 4. മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക. 4ാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പ്രിയ കൂട്ടുകാർ മനസ്സിലാക്കുക. നാം തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലുകയും തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയുമാണ് ചെയ്യുന്നത്. തൗബ ചെയ്യുന്ന അടിമകളെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. റൂഹ് തൊണ്ടക്കുയ്യിലെത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിച്ച ശേഷവും അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുയ്യിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. നിസ്കാരം, നോമ്പ് മുതലായവ ഖളാ ആക്കിയതാണ് തൗബ ചെയ്യുന്നതെങ്കിൽ അവ ഖളാ വീട്ടിയ ശേഷമാണ് തൗബ ചെയ്യേണ്ടതെന്ന് പ്രിയ കൂട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കുക. ഇവയെല്ലാമാണ് തൗബ എന്ന തൗബയെക്കുറിച്ച് ഈ പാഠത്തിൽ വിശദീകരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ പാഠം ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ പാഠങ്ങൾക്ക് അലിഫ് ട്യൂട്സ് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. كتاب الله دستوري